ഹലോ ബോയ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മളുടെ ഒരു മാച്ച് ഡേ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, 2026-2027 ഫുട്ബോൾ സീസൺ ഇവിടെ ഇംഗ്ലണ്ടിൽ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ പുതിയ ടീമിലേക്ക് ഈ സീസണിൽ സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല ഒരു വെതറാണ്. അപ്പം രാവിലെ എണീറ്റു. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ബെഡ്റൂമിൽ നിന്നുള്ള ആ ഒരു മോർണിംഗ് വ്യൂ എന്ന് പറയുന്നത്. സോ റിലാക്സിങ്, സോ ഹാപ്പി. നമ്മളെപ്പോഴും മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വെക്കണം. മാച്ച് ഡേ ചായ കുടിച്ച് വളരെ റിലാക്സിംഗ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഇരുന്ന് റീൽസ് ഒക്കെ കണ്ടു. നമ്മൾ ഒരു ഉള്ളത്തരം കണ്ടിട്ടാണ് ഞാൻ പോയി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നിങ്ങൾ നോക്കാൻ ഞാൻ രാവിലെ ബർഗറൊക്കെ കഴിക്കുന്നു. എന്ത് ലൈഫാണല്ലേ. ഒന്നുമല്ല, ഇന്നലെ രാത്രി മേടിച്ച KFCയുടെ അധികം വന്ന സ്ട്രിപ്സ് എടുത്ത് ബന്നിനകത്ത് വെച്ച് തന്നേക്കാണ്. ബൂട്ടെല്ലാം വാഷ് ചെയ്ത് വെച്ചു. നമ്മളെ ബൂട്ട് ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും കേട്ടോ. നല്ല രീതിയിലുള്ള ഫൈൻ അടിച്ച് തരും. അങ്ങനെ രാവിലെ ചെറുക്കനെ വിളിച്ച് നിർത്തി ജനലിൻ്റെ അടുത്തുകൊണ്ട് പോയി അപ്പുറത്തെ വീട്ടിലെ മദാമേനെ ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ്. ചെറിയ അതിൻ്റെ ഇടയിൽ കൂടെ ആ ഡെലിവറി വാൻ അവൻ്റെ കണ്ണിപ്പെട്ട്. ഇനി അതിന് അങ്ങ് ഉണ്ടാക്കാതെ അവനൊരു സമാധാനമില്ല. ക്വാഡ്സ്, ആംസ്ട്രിങ്, പിന്നെ കാഫ്, ഈ 3 മസിൽസും ഞാൻ നല്ല രീതിയിൽ മോർണിംഗിൽ ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ കണ്ടില്ലേ, ഇതാണ് എൻ്റെ പരിപാടി. മാച്ച് ഡേ ഒരു പരിപാടിയും ചെയ്യത്തില്ല. ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് കിടക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ബൈക്കിലെ സോളോ ട്രിപ്പുകളുടെ വീഡിയോ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പയ്യ PS5 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഇരുന്ന് കളിച്ചു. ഞാൻ കളിക്കുന്നത് ഈ ഫുട്ബോളാണ്, കൊണാമിയുടെ പഴയ പെസ്. ഞാനിപ്പോഴും പഴയ ആ ഒരു പെസ്സിൻ്റെ ഫാൻ തന്നെയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് മണി 12:30 ആയി. എനിക്ക് 1 മണിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ പഴയ ബൂട്ടാണ് എടുക്കുന്നത്. കാര്യം ഞാൻ ഈ സീസണിലേക്ക് ഒരു പുതിയ ബൂട്ട് മേടിച്ചു. അതിൻ്റെ ഈ ഒരു ബൂട്ട് ഉണ്ടോ 2 വർഷമായി ഞാൻ മേടിച്ചിട്ട്. അന്ന് ഇത് മേടിക്കുമ്പോഴത്തേക്ക് 100 പൗണ്ടായിരുന്നു. എൻ്റെ വൈഫ് ചോദിച്ചായിരുന്നു എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഈ ബൂട്ട് മേടിക്കുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റഡ് നോക്കാം, ഇപ്പോഴും ഒട്ടും തേഞ്ഞിട്ടില്ല. അതാണ് കാര്യം ഞാൻ ഈ 100 പൗണ്ടിന് മേടിച്ച ഈ ബൂട്ട് 2 വർഷം ഉപയോഗിച്ചു. ലോക്കലായിരുന്നെങ്കിൽ ഞാൻ 2 മേടിക്കേണ്ട പൈസയായിരുന്നു. ഞാനത് ഒരെണ്ണത്തിൽ നിർത്തി. ഇതാണ് ഞാൻ ഈ സീസൺ കളിക്കാനായിട്ട് മേടിച്ചത്. പക്ഷേ ഇതിൻ്റെ സൈസ് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ 2-3 തവണയും കൂടി ഇട്ടാൽ മാത്രമേ അത് വലുതാവത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ ഫസ്റ്റ് മാച്ചിന് വെറുതെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കണ്ട. അതുകൊണ്ട് ഞാൻ പഴയ ബൂട്ട് തന്നെ ഇടാന്ന് വെച്ചു. അപ്പോൾ ഇനി ഞാൻ കിറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാൻ ബൂട്ട് വെച്ചു, ഷിൻ പാഡ് വെച്ചു. ഷിൻ പാഡ് മസ്റ്റാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്ത് വെച്ചത് നമ്മുടെ മാച്ച് ഡേ ഗ്ലൗസ് ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നേഴ്സ്, അതായത് ടൈറ്റർ 2 എടുത്ത് വെച്ചു, അപ്പറും ലോവറും. പിന്നെ ഞാൻ എടുത്ത് വയ്ക്കുന്നത് നമ്മുടെ ഗ്രിപ്പ് സോക്സ് ആണ്. നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സോക്സ് മടക്കണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മടക്കാൻ പറ്റും. 2 സോക്സ് ആയിട്ട് മാറത്തില്ല. ഇത് ഞാൻ പണ്ട് നാട്ടിൽ വെച്ചിട്ട് ഒരു പ്ലെയർ ചെയ്യുന്നത് കണ്ട് പഠിച്ചൊരു കാര്യമാണ് സോക്സ് ഇങ്ങനെ മടക്കുന്നത്. പിന്നെ അല്ലാതെ ഒരു നോർമൽ സ്റ്റോക്കിങ്സും ഞാൻ എപ്പോഴും കരുതുന്നതാണ്. പിന്നെ ഉള്ളത് സൺസ്ക്രീനും പിന്നെ ഗോൾ കീപ്പർ ടേപ്പുമാണ്. പിന്നെ വരുന്ന ഈ ഒരു സാധനമാണ് ഗ്ലൂ. ഇൻ കേസ് എന്തെങ്കിലും നമ്മുടെ ഗ്രിപ്പിങ്ങിന് ഒരു ഡ്രോപ്പ് പറ്റി കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ ഈ സാധനം എടുത്ത് എൻ്റെ ഗ്ലൗസിൽ സ്പ്രേ ചെയ്യും. അത് നമ്മുടെ ഗ്ലൗസിൻ്റെ ലാറ്റക്സിൽ കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനായിട്ട് ഉപയോഗിക്കും. പയ്യ പുറപ്പെടുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. ഞാൻ നമ്മൾ പോകുന്നത് സൗത്ത് വെൽ സിറ്റി ഫുട്ബോൾ ക്ലബ്ബിലേക്കാണ്. പോകുന്ന വഴി നല്ല ഒരു വില്ലേജ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ സൗത്ത് വെൽ സിറ്റി ഫുട്ബോൾ ക്ലബ്ബിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഇന്ന് കളിക്കേണ്ട ഗ്രൗണ്ട്. നല്ല സൂപ്പർ ഗ്രൗണ്ടാണ്. നല്ല ഒരു ആ ഗ്രാസ് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ ക്ലബ് ഹൗസ് ആണ്. അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിന് പ്രത്യേകം എൻട്രി ചെയ്യണം. ആണ് അവരുടെ ബാർ, ക്ലബിൻ്റെ ബാർ. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളം അടിക്കാം, കളി കണ്ടുകൊണ്ടിരുന്ന് വെള്ളം അടിക്കാം. ഇതാണ് നമ്മുടെ മാച്ച് ഡേ വീഡിയോ. അപ്പോൾ ഇതിന് കൂടുതൽ നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.